പക്ഷെ ശോഭനയെ വേണമെന്ന് ആദ്യം ആലോചിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം അതെ. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് നിരന്തരം പല കാര്യങ്ങളും നടക്കുക വന്നപ്പോൾ തിരഞ്ഞെടുത്ത് സുനിലിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ചേട്ടൻ ഇത്ര അടുപ്പമുള്ളല്ലേ, അപ്പോൾ ഞാനുമായിട്ടും ചിപ്പിയായിട്ടും നല്ല അടുപ്പമാണ്. അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ? ഉം. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ എങ്ങനെയാണ് രഞ്ജിത്ത് നമുക്കിത് എനിക്കിവിടെ ക്ലാസ് അംബാനിയുടെ അവിടെ എനിക്ക് ആ സമയത്ത് പ്രോഗ്രാമുണ്ട്, ഉം, ഉം. പ്രോഗ്രാംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ വന്നു പോകും? അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ, ഇല്ല എനിക്ക് എല്ലാ ആഴ്ചയിലും 2-3 ദിവസം വെച്ച് പ്രോഗ്രാംസ് ഇപ്പോൾ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അതെല്ലാം എന്തായാലും പോട്ടെ, നമുക്ക് ഈ സിനിമയുടെ കഥയൊന്ന് കേട്ടോ. ഉം. കഥ കൊള്ളൂല്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കണ്ടല്ലോ ഉം, ഉം. എന്ന് പറഞ്ഞിട്ട്, ആ ശരി എന്നാൽ പിന്നെ നമുക്ക് കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തരുണിൻ്റെ നമ്പർ ഇട്ട് കൊടുത്തു, പറഞ്ഞു ഈ നമ്പറിൽ നിന്നായിരിക്കും കോൾ വരുന്നത്, ഞാൻ തരുണിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. തരുൺ രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് ശോഭനയുടെ കോൾ ഇങ്ങോട്ട് വന്നു. ഉം, ഉം. അങ്ങനെ ഒരു വീഡിയോ കോളിലാണ് തരുൺ പറയുകയും കഥ കേട്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, കഥ കേട്ടു, കഥ പടം സിനിമ ഓടും കേട്ടോ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ആ സമയത്ത് തന്നെ സിനിമ ഓടുമെന്ന് ആദ്യം തന്നെ പറഞ്ഞു കഥ കേട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇത് ഭയങ്കര പാടാണ് ചെയ്യുന്ന കാര്യം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ഡേറ്റുകളൊക്കെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അയച്ചു തന്നു, ഉം. ഞാനത് നോക്കിയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഉള്ളതും ഇല്ലാത്ത ഡേറ്റുകളും നിന്നിട്ട് അതിനനുസരിച്ച് ചാർട്ട് ചെയ്യായിരുന്നു. ഉം, ഉം, ഉം. അപ്പോൾ അത് ഞാൻ ചേട്ടനോടും ലാലേട്ടനോടും പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണേൽ മാനേജ് ചെയ്യാം. അന്ന് ചേട്ടൻ അന്ന് ബിഗ് ബോസും ഷൂട്ടുണ്ട്. ഉം. അപ്പോൾ ശോഭന ചില ദിവസം ബിഗ് ബോസാണ്, അപ്പം ശോഭന ഫ്രീ ആയിട്ടിരിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ മാനേജ് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. ശരിക്കും അതിനകത്ത് നമ്മളൊന്ന് ആലോചിക്കുക, ഒരു സാധാരണ ഒരു ആളാണെങ്കിൽ അതിൽ അടിക്കുന്നു, ചവിട്ടുന്നു, കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഭീകരമായി അതിന് കോപ്പറേറ്റ് ചെയ്യാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാനത് പറയുന്നത് വെച്ചാൽ, ഒരു ആ ലാത്തി കൊണ്ടുള്ള കൈ അടി കിട്ടിയിട്ട് ഭീകരമായി കൈക്ക് അടി കിട്ടി. അടി ആ. കിട്ടിയിട്ട് അപ്പം അന്നേരം അറിഞ്ഞില്ല, ഭയങ്കര വേദന എടുക്കുന്നൊക്കെ എന്നോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ അയച്ചു തന്നു, കൈക്ക് ഈ കളറാകുന്നു എന്ത് ചെയ്യണം? അതിന് കൈ നീല കളറായി അടി കൊണ്ടിട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും നമുക്ക് ഡോക്ടറെ വിളിച്ച് കാണിക്കണോ? ഇല്ലില്ല, ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ കുറച്ച് കളർ മാറിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അയച്ചത്. ശരിക്കും ഭയങ്കര വേദനിക്കുന്ന ഒരു അടിയാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്ര നീല കളർ അതെ, വരുമോ? നീലനിറം അങ്ങനെ വരില്ല. എന്തെന്ന് വെച്ചാൽ പഴയ കാര്യം അവരെക്കുറിച്ചൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര കോപ്പറേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. കലാകാരി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ കലാകാരിയാണ്. കാരണം അത് ഇങ്ങനെ കലാജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരാളാണ്. ഈ മകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, അവരൊരു സെറ്റ് ഓഫ് കാര്യങ്ങൾ മാനേജ് ചെയ്യാം, അത് എപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്? ചെറിയ പ്രായത്തിൽ തൊട്ടേ മോൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ആ. മാനേജ്മെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ഒരു 2 കൺട്രീസിൻ്റെ ഒക്കെ സമയത്ത് തൊട്ടേ ഉണ്ട്. ഉണ്ട്. പിന്നെ പാട്ടുകൾ ബാക്കിയുള്ളത് എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായം പറയും. അപ്പോൾ എല്ലാം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കിൽ ഭയങ്കര സ്ട്രോങ് ആയി ആരും അറിയാതെ കുറേ കാലമായിട്ട് നിൽക്കുകയായിരുന്നു. അല്ല സാർ, ഇടപെടല്ല. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ പലപ്പോഴും പണ്ടത്തെ അല്ലെങ്കിൽ ഇപ്പോൾ സാറിനെ പോലെയൊക്കെ കുറേ കാലമായിട്ട് സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസർമാർക്ക് എതിരെ നേരിടുന്ന ഒരു വിമർശനമുണ്ട്. ഇവർക്ക് ഇപ്പോഴത്തെ സിനിമ അറിയില്ല, ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ട്രെൻഡുകൾ അറിയില്ല, ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു വിമർശനം ഉണ്ടല്ലോ പലപ്പോഴും. അത് ഇവരിപ്പോൾ പടം ചെയ്യുന്നില്ല, ഇവരാണ് എന്നിട്ട് ഇപ്പോഴത്തെ സിനിമകളെ വിമർശിക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും യങ് ആയിട്ടുള്ള ഒരാൾ വന്നത് വലിയൊരു വാല്യൂ അഡീഷൻ അല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനല്ല, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെ, അപ്പോൾ എല്ലാം കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ബാക്കിൽ വളരെ നിൽക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ഒരു വെബ് സീരീസ് വന്നപ്പം ഞാൻ പറഞ്ഞു, അതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് മോളൂടെ വാ പറഞ്ഞു. അപ്പോൾ ആ സമയത്തും മോൾക്കിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായും വന്ന് നിൽക്കാൻ പറ്റില്ല. എങ്കിലും ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ വന്ന് നിന്നിട്ട് പിന്നെ തിരിച്ചുപോയി, അങ്ങനെ ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ഇന്ന് നിങ്ങൾ പറയുന്ന വിജയത്തിൻ്റെ മാർക്കറ്റിങ്ങിൽ ഇത് ബാക്കിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ കൈ ഇതാണ്. കാരണം ഈ ഹൈപ്പ് പോകരുത്, ഇന്നതേ പോകാവൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അതിൽ ഈ മറ്റേ അപ്പം ജെയ്ക്സ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, മോളാണ് പറഞ്ഞത് പുറപ്പെടുന്നതെന്ന് പറഞ്ഞ പാട്ട് നമുക്ക് ആദ്യമേ പോകണം, അത് ആദ്യം പോയാൽ അത് ആളുടെ മനസ്സിലെത്തണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ
അതൊരു പുതിയ ഒരു കാര്യമാണ്. ചില ഉദാഹരണങ്ങളും പറയും. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് അത് വിടുന്നു. നമ്മളത് പിന്നെ എല്ലാവരും അത് മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. എന്ത് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് സിനിമ കണ്ടുകൊണ്ടറിയാം, ക്ലൈമാക്സിൽ മാത്രം വരുന്ന കാര്യമാണ്. അപ്പോൾ ആ ക്ലൈമാക്സിൽ ഇത് വരുമ്പോൾ നേരത്തെ കേട്ടിട്ടില്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിപരമായ കാര്യങ്ങൾ നമ്മളിതിനകത്ത് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ശരിക്കും പുതിയ തലമുറയും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. തരുണും പുതിയ തലമുറയാണ്. അവന്തിക. മാം ഹാപ്പിയാണോ ചിപ്പി മാം? അപ്പോഴെങ്കിലും ചിപ്പി മാമിനെ ഇതിലേക്ക് ഏതെങ്കിലും റോളിലേക്ക് കൊണ്ടുവരണം അങ്ങനെ തോന്നി? ഇതിനകത്ത് എന്ത് ചെയ്യും? അതല്ലേ, അല്ല ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെബ് സീരീസ് ചെയ്തപ്പം അതിനകത്ത് ഇല്ല. അതിന് മുമ്പ് ചെയ്ത 2 കൺട്രീസാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ അങ്ങനത്തെ ഒരു കാര്യം വന്നാൽ ഡെഫിനറ്റായിട്ട് ചെയ്യും. കാരണം അതിനൊരു പ്രശ്നമുള്ള കാര്യമല്ലോ. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു ഏജിലേക്ക് എത്തുന്നത് വരെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഭയങ്കര ഏജ്ഡായിട്ട് ഇപ്പം വന്ന് പെട്ടെന്ന് ചിപ്പിക്ക് അഭിനയിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് അത്തരം വേഷങ്ങൾ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കുറേ കാലമായിട്ട് എനിക്ക് ചിപ്പി അവനെ എപ്പോഴും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം ചോദിച്ചോട്ടെ, അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും അങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ല എന്ന് ചോദിക്കാം. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ പറ്റി സംസാരിക്കാൻ ജയരാജ് വാര്യർ വരുന്നത് പോലെയാണ് ആറ്റുകാൽ പൊങ്കാല ഉണ്ടാകുമ്പോൾ ചിപ്പി മാം വരുന്നത്. ഭയങ്കര ഡെഡിക്കേഷനാണ് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുകയും ചെയ്യുക, അതിനൊരു എഫേർട്ട് ഇല്ലേ എപ്പോഴും? അതെന്താണെന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തൊട്ടേ പൊങ്കാല ഇടുന്ന ആളാണ്. അപ്പം ഒരു ഭയങ്കര ഭക്തിയോടുകൂടി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് ഈ ടി വി മാധ്യമങ്ങളൊക്കെ വന്ന് ഇപ്പം ഈ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയ ഒക്കെ വന്നത്. പക്ഷെ അതൊന്നും അല്ല, എത്രയോ വർഷങ്ങൾ ബാക്കിലേക്ക് ചിപ്പി ഇങ്ങനെ പോയി ഇടുകയും ചെയ്യും. പിന്നെ അന്ന് തൊട്ടേ ചിപ്പിയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിന് അവിടെ പോയി അടുത്ത് തന്നെ ഇടണം. അത് എല്ലാവർക്കും അറിയില്ല, ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. തലേദിവസം ഈ കൊതുമ്പും ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ച് ഈ കാര്യങ്ങൾ ചെയ്ത് അതൊരു ചിപ്പി ഒട്ടും ഒരു രക്ഷയില്ലാത്ത ഭക്തിയാണ് ഇത്തരം കാര്യത്തിൽ. കാരണം വെച്ചാൽ അതുകൊണ്ട് ചിപ്പി അറിയാതെ ആറ്റുകാൽ പൊങ്കാലയുടെ ആളായിട്ട് മാറിയില്ല. അല്ലാതെ ചിപ്പി അത് ഉദ്ദേശിച്ചിട്ടില്ല, അത് അങ്ങനെ വരുന്നതാണ്. കാരണം ശരിക്കും യഥാർത്ഥ ഭക്തയാണ്. അത് ഭയങ്കരമായ ഭക്തിയോടുകൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് വർഷങ്ങളായിട്ട് അതിന് എന്തോ ഒരു തയ്യാറെടുപ്പാണെന്നറിയാം. എത്ര ദിവസങ്ങൾക്ക് മുമ്പേ ഓരോന്ന് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മറ്റേ കൊതുമ്പ് വയ്ക്കുന്നു, ഇത് വയ്ക്കുന്നു, അത് കീറി വയ്ക്കുന്നു, അങ്ങനെ കലം വാങ്ങിക്കാൻ പോകുന്നു, അങ്ങനെ മുഴുവൻ തനിയെ പോയി വാങ്ങിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ സോഷ്യൽ മീഡിയ വിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇത് എടുക്കാൻ പോകുമ്പോൾ ചിപ്പി ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് പോകുന്നത്. അവരുടെ വീഡിയോസാണ് ഏറ്റവും അധികം ഈ പൊങ്കാല സമയത്ത് ഓടുന്നത്. നിങ്ങളതിനെ പറ്റി എത്രത്തോളം അവെയർ ആണെന്നറിയാമല്ലോ. നമുക്കറിയാം നമ്മൾ, പക്ഷെ അത് സ്നേഹത്തോടെയാണ്. നമ്മളതിന് അത് സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ, അല്ലാതെ ഇത് ഇങ്ങനെ പറയുന്നത് വെച്ച് ചിപ്പിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അത് അല്ലല്ലോ, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. എപ്പോഴാണ് ഞാൻ അടുത്ത സിനിമ? ശരിക്കും അങ്ങനൊരു ചിന്തയില്ല. എൻ്റെ ഏറ്റവും സിനിമകൾ സത്യത്തിൽ അറിയാം, ഒരു കഥ എങ്ങനെങ്കിലും വന്നു വീണ് ആ കഥ കൃത്യമായി കണ്ടിട്ട് അതിനെ ഒരു സിനിമയാക്കി വരാനുള്ള ഒരു സമയം എടുക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതലും സമയം കൂടുതലെടുക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഞാൻ എപ്പോഴും ഇതിലും എല്ലാവരോടും പറയുന്ന കാര്യമുണ്ട്, നമ്മളൊരു നിർമ്മാതാവെന്ന് മാത്രം ആലോചിച്ചാൽ പോരാ, നമുക്ക് നഷ്ടം വരാം ലാഭം വരാം. പക്ഷെ ഒരു സിനിമയുടെ ബാക്കിൽ ഒരുപാട് ആളുകളും പിന്നെ ഈ സിനിമ വരുമ്പം തൊട്ട് പ്രതീക്ഷിക്കുന്ന തിയേറ്ററുകളുണ്ട്, ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരുണ്ട്. ഇവരെല്ലാവരും നമ്മൾ പറ്റിക്കുന്ന സിനിമ എടുക്കാതെ, അബദ്ധമൊക്കെ പറ്റാം, പക്ഷെ നിരന്തരം നമ്മളങ്ങനെ ചെയ്താൽ ആളുകൾ നമ്മളെ കുറ്റം പറയില്ലേ. അപ്പോൾ അതിനൊരു തയ്യാറെടുപ്പ് ആയി വരുന്നേ ഉള്ളൂ. ഇനി തയ്യാറെടുപ്പ് വെച്ചാൽ സിനിമ ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊരു കഥയൊന്നും പൂർണ്ണമായ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. പല സംവിധായകരും അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ കൂടുതലുണ്ട്. കാരണം വെച്ചാൽ കൂടുതലും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്കതിലേക്കൊരു നല്ല കഥയാണെന്ന് വരെ നമ്മളത് അതിനുള്ള ഒരു സമയം കണ്ടെത്തി. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളൂ. കാരണം നല്ല സിനിമയാകണം എന്നുള്ളതാണ് കൂടുതലും ആഗ്രഹം. എത്രയോ തിയേറ്റർ ഓണേഴ്സാണ് പറയുന്നത് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീടി, ഞങ്ങളുടെ ലോണുകൾ അവസാനിച്ചു എന്നൊക്കെ പറയുന്നത്. ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. കാരണം നമുക്ക് തിയേറ്റർ ഇപ്പം നടത്തിക്കൊണ്ട് പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. അവരുടെ സന്തോഷം അതിനേക്കാൾ നമുക്ക് വലിയ കാര്യമാണ്. കാരണം അവരത്ര നല്ല മനസ്സോടെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ ഒരു ഘടകമല്ലേ. അങ്ങനെ എത്രയോ പേരോടുള്ള
ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അല്ല നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അതിന് പകരം ഒരു നല്ല സിനിമ ഉണ്ടാകാൻ അടുത്തത് ഇനി അതിനേക്കാൾ ടെൻഷനാണ്. കാരണം ഇത്രയും നല്ല അഭിപ്രായം കിട്ടുമ്പോൾ ഒരു നല്ല സിനിമ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യും. അത് ബാക്കിയൊക്കെ നമ്മൾ മാത്രമല്ലല്ലോ. ഞാനാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, പക്ഷെ ഞാൻ സെറ്റിൽ പോയിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്ന പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഈ തുടരുന്നുള്ള എഴുത്ത് തൊട്ട് ഇപ്പോൾ ഈ പോസ്റ്റർ വരെ ഇൻവോൾവ് ആയ ഒരു പ്രൊഡ്യൂസറെ കാണുന്നത്. എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള എല്ലാവരുമായിട്ട് സംസാരിച്ച് നമുക്ക് അവിടെ ഇപ്പോൾ ഇവരൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരുടെയും പേരുകൾ അറിയാം. എല്ലാവരും ഈ 100ഓളം ദിവസം നമ്മൾ കാണുകയല്ലേ. അപ്പം നമ്മളൊരു കുടുംബം പോലെ നമ്മൾ എല്ലാവരുമായിട്ട് നടന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഈ സിനിമ ഓടുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ സന്തോഷമാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അവരെന്ത് സ്നേഹത്തോടാണെന്നറിയാം വിളിക്കുന്നത്. ഈ ചെറിയ ആളുകളെല്ലാവരും ഈ സിനിമ ഓടിയിൽ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അത് നമുക്ക് അങ്ങനെ നിന്ന് ഒരു നിർമ്മാതാവ് അങ്ങനെ ആകണം. പിന്നെ നമ്മൾ അവിടെ തന്നെ ഉള്ളപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്ടർ വന്ന് നമ്മളോട് ചോദിക്കും, ചേട്ടാ ഇത് ഇപ്പം എടുക്കാമെന്ന് ചേട്ടൻ നോക്ക്, നമുക്കൊന്ന് എന്തെങ്കിലും ഇതെല്ലാം ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അത് എപ്പോഴും വേണം, സിനിമയ്ക്ക് അത് വേണം. അല്ലാതെ ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തോളൂ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഒരാളുണ്ട് എന്ന് പറഞ്ഞ് നോക്കാതിരുന്നാൽ എൻ്റെ വിശ്വാസത്തിൽ സിനിമ വലിയ പാടാണ്. സംഭവിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ എങ്കിലും നമ്മളുള്ളത് കുറച്ചുകൂടെ നല്ലതാണ്. ഈ സിനിമയുടെ 100 കോടിയോ അല്ലെങ്കിൽ 200 കോടിയുടെ ഒക്കെ ഷീൽഡ് പ്രതീക്ഷിച്ച് ഈ സിനിമയുടെ ആർട്ടിസ്റ്റുകൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ അഭിനയൊക്കെ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഷീൽഡ് കിട്ടിയിട്ടില്ല ബ്രോ, ഇതിൻ്റെയാണ് ആദ്യത്തെ ഷീൽഡ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷം എന്തായാലും ഉടനെ ഉണ്ടാവട്ടെ. അത് എന്താ വെച്ചാൽ എന്തായാലും ഈ ഒരു സിനിമ ഞാൻ അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളും ചെയ്തിട്ടുമില്ല, വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഭയങ്കര എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു സിനിമ, ആഘോഷിക്കപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ അതിനൊരു ആഘോഷം എന്തായാലും വേണമല്ലോ. അതുകൊണ്ടത് എന്തായാലും ഉണ്ടാവും. മൂവി വേൾഡ് മീഡിയയിലേക്ക് ഇത്ര നേരം സമയം അനുവദിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് ഗുഡ് ഫിലിംസ്. താങ്ക് യു.